കാറ്റത്തി കിളിക്കുള്ളിൽ നാളത്തെ പ്രൊമോ റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളെ നിധിയാണെങ്കിൽ ഓഫീസിലെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മളെ ഹരീഷിനാണെങ്കിൽ ഒരു ഫോൺ കോൾ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്ത് സ്കൂട്ടിയൊക്കെ നാളെ കിട്ടുമോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നമ്മൾ ഹരീഷ് പറയുന്നുണ്ട്, നാളെ 21-ാം തീയതി ആവത്തല്ലേ ഉള്ളൂ, അപ്പം അതൊക്കെ കഴിയുമോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് നമ്മൾ സുധീഷാണെങ്കിലും നമ്മളെ നിധിയെടുത്ത് വന്ന് പറയുന്നുണ്ട്, നിധി നാളെയല്ലേ നമ്മളെ കോടതിയിൽ കേസിൻ്റെ ആ ഒരു ഹിയറിംഗ് വെച്ചിരിക്കുന്നത്, അപ്പം നാളെ പോകാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ നമ്മളെ സുധീഷിൻ്റെ മനസ്സിൽ നിധി വേണ്ട എന്ന് പറയാനാണ് നമ്മളെ സുധീഷിൻ്റെ മനസ്സിലിരിപ്പൊക്കെ ഉള്ളത് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മളെ നിധി പറയുന്നുണ്ട്, "ആ, നാളെ എന്തായാലും എനിക്ക് പറ്റത്തില്ല. എനിക്ക് നാളെ ഓഫീസിൽ കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും പിന്നെ ഒരു ദിവസം ആവട്ടെ" എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളെ സുധീഷും പറയുന്നുണ്ട്, "ആ ശരിയാ, എനിക്കും പറ്റത്തില്ല. എനിക്കാണെങ്കിൽ നാളെ ആണെങ്കിൽ ഓട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമുക്ക് പിന്നെ ഒരു ദിവസത്തേക്ക് പറയാമെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മളെ സുധീഷിന്റെ ഫോണാണെങ്കിൽ ഗായത്രി വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മളെ നിധിയെ കാണിക്കാൻ വേണ്ടി സുധീഷ് പറയുന്നുണ്ട്, "ആ, ഗായുവാ വിളിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്." അപ്പം നമ്മളെ നിധി പറയുന്നുണ്ട്, "അത് ഞാനിപ്പോൾ എന്താ വേണ്ടതെന്നൊക്കെ" നിധി ദേഷ്യമൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ സുധീഷാണെങ്കിൽ ഫോണും കൊണ്ട് പുറത്ത് പോയിട്ടാണെങ്കിൽ വലിയൊരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത രീതിയിലൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളെ നിധിയാണെങ്കിൽ ഫോൺ സംസാരിച്ച് തീരുമെന്നൊക്കെ വിചാരിച്ചിട്ട് പുറത്തോട്ട് വരുന്ന സമയത്താണെങ്കിൽ നമ്മളെ സുധീഷാണെങ്കിൽ, "ആ, ഗായു പറ, നീ എന്ത് സ്മാർട്ടാ, നീ എന്ത് സുന്ദരിയാ നിന്നെ കാണാനെന്നൊക്കെ" ഇങ്ങനെ നമ്മളെ നിധിയെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മളെ ഗായത്രിയും പറയുന്നുണ്ട്, "സുധീഷ് ചേട്ടനെ കാണാൻ നല്ല സ്മാർട്ടാന്നൊക്കെ പറയുന്നുണ്ട്." ഇത് കേൾക്കുന്ന സമയത്ത് നമ്മൾ നിധിക്ക് ദേഷ്യം വന്നിട്ട് നിധി പോയാണെങ്കിൽ പോയി കതവൊക്കെ അടച്ച് കിടക്കാനൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ സുധീഷാണെങ്കിൽ ഹരീഷിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, "കണ്ട, ഞാനാണെങ്കിൽ ഗായത്രി അടുത്ത് സംസാരിക്കുന്ന കാണുമ്പോൾ നിധിക്ക് ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ പയ്യെ പയ്യെ നിധിക്ക് എൻ്റെ അടുത്ത് സ്നേഹമാവും" എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മൾ ഹരീഷ് പറയുന്നുണ്ട്, "ഈ കണക്കിന് പോയാൽ മിക്കവാറും സ്നേഹമല്ല ആവുന്നത്. നിങ്ങളെ വീട്ടിൽ നിന്ന് മിക്കവാറും ഏട്ടത്തിയെ അടിച്ച് പുറത്താക്കും" എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നത് നമ്മൾ സുഭാഷ് ഏട്ടൻ്റെയും അതുപോലെ നമ്മളെ ചാന്ദിനി ലവ് സീൻസ് ഒക്കെയാണ് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ ചാന്ദിനി ആണെങ്കിൽ ഒരു ഹാർട്ടൊക്കെ അയക്കുന്നുണ്ട് കേട്ടോ നമ്മളെ സുഭാഷ് ഏട്ടനെ. അങ്ങനെ നമ്മളെ സുഭാഷ് ഏട്ടൻ ഇതൊക്കെ കണ്ടിട്ട് ഇത് ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ പയ്യെ പയ്യെ നമ്മളെ ചാന്ദിനി ആണെങ്കിൽ വോയിസ് ഒക്കെ അയക്കുന്നുണ്ട് കേട്ടോ, ഫുഡൊക്കെ കഴിച്ചോ എന്നൊക്കെ ചോദിച്ചിട്ട്. ആ സമയത്ത് നമ്മളെ സുഭാഷ് ഏട്ടനെ തിരിച്ച് ചോദിക്കുന്നുണ്ട്, "നീയും ഫുഡ് കഴിച്ചോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ." അപ്പോൾ ഇതൊക്കെയാണ് നാളത്തെ പ്രൊമോ റിവ്യൂ ആയിട്ട് കാണിച്ചിരിക്കുന്നത്. വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൊള്ള ബെല്ലൈക്കൻ നമ്മൾ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.